10.5% പലിശയോളം പോസ്റ്റ് ഓഫീസിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത് നേരിട്ട് നോക്കിയാൽ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. പോസ്റ്റ് ഓഫീസിൽ 9% കൂടുതൽ പലിശ തരുന്ന ഒരു സ്കീമുകളും നിലവിലില്ല. പക്ഷേ ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന ഒരു ടെക്നിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആനുവലൈസ്ഡ് ആയിട്ടുള്ള ഒരു 10.5% നേട്ടം നിങ്ങൾക്ക് ലഭിക്കും. അതറിയാനായിട്ട് വീഡിയോ അവസാനം വരെ കാണാം. ഞാൻ സുബീഷാണ്. റുപ്പിമംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമംഗ് എന്ന് പറഞ്ഞ വാട്സ്ആപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ സോവറിൻ ഗ്യാരണ്ടി ഉണ്ട് എന്ന് ഉള്ളതാണ് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് നമ്മളുടെ നിക്ഷേപം ഇതിൽ കൂടുതൽ സുരക്ഷിതമായിട്ട് ഒരു സ്ഥലത്ത് ഇടാനായിട്ട് പറ്റില്ല. സാധാരണക്കാർക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഓഫീസുകളിലെ നിക്ഷേപം കുറെ കാലമായിട്ട് നമ്മുടെ ആളുകളുടെ ഒരു ആശാകേന്ദ്രമാണ്. പക്ഷെ പോസ്റ്റ് ഓഫീസുകളുടെ നിക്ഷേപത്തിന്റെ പലിശ താഴ്ന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അതായത് പല സ്കീമുകളുടെയും പലിശ ഇപ്പോൾ 6.5%, 6%, 7% ഒക്കെ ആയിട്ട് നിൽക്കുകയാണ്. ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്ന 2-3 ടെക്നിക്കുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് 10% മേളിൽ 10% അടുപ്പിച്ചുള്ള ഒരു പലിശ ലഭിക്കും. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂട്യൂബിലുള്ള പല വീഡിയോകളും നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളെ പറ്റിയിട്ട് ഒരു ഷോർട്ട് വീഡിയോ കാണാൻ ഇടയായി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസിലെ മന്ത്ലി ഇൻകം സ്കീം, അതുപോലെ പോസ്റ്റ് ഓഫീസിലെ റിക്കറിംഗ് ഡെപ്പോസിറ്റ്, ഈ 2 സ്കീമുകളുടെ ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് മന്ത്ലി ഇൻകം സ്കീമിന് 7.4%, റിക്കറിംഗ് ഡെപ്പോസിറ്റിന് 6.7%. അപ്പൊ ഈ 7.4-ഉം 6.7-ഉം കൂടെ കൂട്ടിയാൽ 14% പലിശ പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരു തെറ്റായ ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒരു വീഡിയോ കാണാനിടയായി. ആ വീഡിയോയെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഏതാണ്ട് 10% വരെയൊക്കെ 10%-ന് മേളിലൊക്കെ നിങ്ങൾക്ക് പലിശ ലഭിക്കാനുള്ള ഒരു ടെക്നിക്ക് ഞാൻ മനസ്സിലാക്കുകയുണ്ടായി. അതാണ് ഇന്നത്തെ വീഡിയോയുടെ പ്രധാനപ്പെട്ട കണ്ടത്. ഇനി ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ശരിയാണോ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് തെറ്റ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ 1000 രൂപയോ അതിൽ കൂടുതലോ ഉള്ള ഒരു നിക്ഷേപം ഒറ്റത്തവണയായിട്ട് നടത്തുക. അപ്പോ ഇപ്പോഴത്തെ ഒരു നിരക്കനുസരിച്ച് 5 വർഷത്തേക്ക് നമ്മളത് നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 7.4% നമ്മൾക്ക് മന്ത്ലി ഇൻട്രസ്റ്റ് കിട്ടും. അതായത് 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ 617 രൂപ ഓരോ മാസവും നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ മാക്സിമം ഇടാൻ പറ്റുന്ന തുക എന്ന് പറഞ്ഞാൽ 9 ലക്ഷമാണ്. ഒരാൾ മാത്രമായിട്ട് സിംഗിൾ ആയിട്ട് ചെയ്യുമ്പോൾ 9 ലക്ഷവും ഒരാളുടെ കൂടെ അതായത് ജോയിന്റ് അക്കൗണ്ട് ആയിട്ട് ചെയ്യുമ്പോൾ 15 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കാം. അപ്പൊ മാസം നമുക്ക് പണം വേണ്ട ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീം നന്നായിരിക്കും എന്ന് തോന്നുന്നു, അല്ലെ? അപ്പൊ ഈ 617 രൂപ കിട്ടിക്കഴിഞ്ഞാൽ ആകെ എന്താണ് ഈ 7.4% ഉള്ളൂ. അപ്പൊ ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 617 രൂപ പോസ്റ്റ് ഓഫീസിലെ തന്നെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്ന സ്കീമിലേക്ക് നിക്ഷേപിക്കുക. റിക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പോസ്റ്റ് ഓഫീസിൽ മാസം നമ്മൾ അടയ്ക്കുന്ന ഓരോ മാസവും ഒരു നിശ്ചിത തുക 5 വർഷത്തേക്ക് അടയ്ക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ ഈ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിലെ ഇപ്പോഴത്തെ പലിശ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 6.7%. അതായത് 100 രൂപയോ 100 രൂപയ്ക്ക് മേലിലാണെന്നുണ്ടെങ്കിൽ 10 രൂപയുടെ ഗുണിതങ്ങളായോ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. 5 വർഷമാണ് കാലാവധി. ഇപ്പോഴത്തെ നിരക്ക് 6.7%. അതോടൊപ്പം തന്നെ ഈ 5 വർഷം തികഞ്ഞു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഒരു 5 വർഷത്തേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. മറ്റൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് ഓഫീസ് റിക്കറിംഗ് ഡെപ്പോസിറ്റുകളിൽ നമ്മൾ മുൻകൂറായിട്ട് 6 മാസത്തെ തുക അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 10 രൂപ ഒരു ഡിസ്കൗണ്ടും 12 മാസത്തേക്ക് അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 100 രൂപയ്ക്ക് 40 രൂപ ഡിസ്കൗണ്ടും ലഭിക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾക്ക് ഓരോ മാസത്തെയും തുക അടച്ചടച്ച് 5 വർഷം കഴിയുമ്പോൾ നമുക്ക് 3 മാസം കൂടുമ്പോൾ കോമ്പൗണ്ട് ചെയ്യുന്ന ക്വാർട്ടർലി കോമ്പൗണ്ടിങ് ആയിട്ടുള്ള 6.7% പലിശ കിട്ടും എന്ന് പറയുന്നു. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കുക, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ നമ്മൾക്ക് മുൻകൂറായിട്ട് പണം പിൻവലിക്കുമ്പോൾ വളരെ നഷ്ടമാണ് കേട്ടോ. അതായത് പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങളിൽ ഇപ്പോൾ ഈ ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ ഞാൻ നിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ എനിക്ക് അത് 5 വർഷം എത്തിക്കാൻ പറ്റില്ല, അതിന് മുമ്പ് എനിക്ക് പണം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ പിൻവലിച്ചു കഴിഞ്ഞാൽ എനിക്ക് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് അക്കൗണ്ട് പോസ്റ്റൽ SBയുടെ 4% പലിശ മാത്രമേ കിട്ടുള്ളൂ. 6.7% നമ്മൾ ഇട്ടതാണെന്നുണ്ടെങ്കിലും നമ്മൾ മുൻകൂറായിട്ട് പിൻവലിക്കുകയാണെങ്കിൽ 4% കൂട്ടുപലിശ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്ലി ഇൻകം സ്കീമിന്റെ ഒരു
പലിശ നിരക്ക് 7.4% എന്നുണ്ടെങ്കിലും നിങ്ങൾ 1 വർഷത്തിനും 3 വർഷത്തിനും ഇടയ്ക്ക് പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ മുതലിന്റെ 2% നമുക്ക് ഫൈൻ വരും. അതായത് 1 ലക്ഷം രൂപ ഞാൻ മൊത്തമായിട്ട് ഇട്ടിട്ട് 1 വർഷം കഴിയുമ്പോൾ എനിക്കത് തിരികെ വേണമെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ 2000 രൂപ കുറച്ചേ തരുള്ളൂ എന്നർത്ഥം. അതുപോലെ തന്നെ 3 വർഷത്തിന് 5 വർഷത്തിന് ഇടയ്ക്കാണ് ഈ മന്ത്ലി ഇൻകം സ്കീമിൽ നിന്ന് പണം പിൻവലിക്കുന്നത് എന്നുണ്ടെങ്കിൽ 1 ലക്ഷത്തിന് 1000 രൂപ വെച്ച് നമ്മൾ പിഴ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ പോസ്റ്റൽ നിക്ഷേപങ്ങൾ നമ്മൾ എപ്പോഴും കൃത്യമായിട്ടുള്ള കാലയളവിലേക്ക് നിക്ഷേപിക്കാനായിട്ട് ശ്രമിക്കുക, ആ കാലയളവ് വരെ തുടരാനായിട്ട് ശ്രമിക്കുക. അപ്പോ നമ്മൾ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസ് മന്ത്ലി ഇൻകം സ്കീമിൽ 1 ലക്ഷം രൂപ നിക്ഷേപിച്ചാൽ കിട്ടുന്ന 617 രൂപ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിനെ മാസ അടവാക്കി മാറ്റിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇവർ ഈ വീഡിയോയിൽ പറയുന്നത് പോലെ 7.4 + 6.7 അടക്കം 14.1% പലിശ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. പക്ഷെ അത് തെറ്റാണ്, അവരുടെ കണക്കുകൂട്ടലിലുള്ള തെറ്റാണ്. പലിശയ്ക്ക് മാത്രമാണ് നമുക്ക് രണ്ടാമത് കൂട്ടുപലിശ കിട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ 617 രൂപ നമ്മൾ 5 വർഷം റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 43,530 രൂപ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടും. അതായത് 617 എന്ന് പറഞ്ഞ തുകയായിട്ട് നമുക്ക് ഇടാനായിട്ട് പറ്റില്ല അല്ലെ, അതായത് 10ന്റെ ഗുണിതങ്ങളായിട്ട് പറ്റുള്ളൂ. അപ്പൊ 610 രൂപ 5 വർഷം, അതായത് 60 മാസം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ നമുക്ക് 43,530 രൂപ മെച്യൂരിറ്റി എമൗണ്ട് ആയിട്ട് കിട്ടും. അതേസമയം തന്നെ നമ്മളുടെ മന്ത്ലി ഇൻകം സ്കീം അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ 1 ലക്ഷം എന്നുള്ളത് 1,43,530 ആക്കിയിട്ട് വർദ്ധിക്കും എന്നുള്ളതാണ്. അപ്പോ അത് ഏകദേശം ഒരു 8-8.4% നമുക്ക് നേട്ടമുണ്ട്. അല്ലാതെ ഇവർ പറയുന്ന പോലെ 14.1% ഒന്നും നേട്ടമില്ല. കാര്യം പിടികിട്ടിയല്ലോ അല്ലെ. ഇതിനെ നമ്മൾ സാധാരണ ഒരു നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റുമായിട്ട് ഇപ്പോൾ താരതമ്യപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ തന്നെയുള്ള ഒരു നിക്ഷേപ പദ്ധതിയാണ്, NSC എന്ന് പറയും. അതിന്റെ ഇപ്പോഴത്തെ പലിശ നിരക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7.7% കോമ്പൗണ്ടിങ് പലിശയാണ്. അത് ഇപ്പോൾ നമ്മൾ നിക്ഷേപിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ നമ്മൾ നിക്ഷേപിച്ച് 5 വർഷം കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 44,903 രൂപ നമുക്ക് കിട്ടും. അതായത് MIS-ഉം റിക്കറിംഗ് ഡെപ്പോസിറ്റും കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്നതിനേക്കാൾ 1000-1500 രൂപ എക്സ്ട്രാ പോസ്റ്റ് ഓഫീസിൽ തന്നെയുള്ള മറ്റൊരു നിക്ഷേപ പദ്ധതിയായിട്ടുള്ള നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിൽ കിട്ടും. 5 വർഷമാണ് അതിന്റെ കാലാവധി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലായ്പ്പോഴും ഈ കോമ്പിനേഷൻ ടെക്നിക്കുകൾ നല്ല ഗുണം തരണമെന്നില്ല. അതായത് റിക്കറിംഗ് ഡെപ്പോസിറ്റും MIS-ഉം കൂടെ കമ്പൈൻ ചെയ്തതിനേക്കാൾ മികച്ച നേട്ടം ഈ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് തരുന്നുണ്ട്. നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് നിക്ഷേപിക്കുന്ന പണത്തിന് നമുക്ക് ടാക്സ് ബെനിഫിറ്റ് 80C പ്രകാരം ടാക്സ് ബെനിഫിറ്റ് 1.5 ലക്ഷം രൂപ വരെ കിട്ടുമെന്നുള്ളൊരു അഡീഷണൽ ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഇതുവരെ വീഡിയോ ശ്രദ്ധിച്ച് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്തോളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ള കാര്യം. ഒരു 10-10.5% എങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിന്ന് നേടാം എന്നത് എല്ലാവർക്കും പറ്റില്ല. സീനിയർ സിറ്റിസൺസിന് പറ്റുന്ന ഒരു സ്കീമുണ്ട് പോസ്റ്റ് ഓഫീസിൽ, സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം ഇപ്പോഴത്തെ പലിശ നിരക്ക് എന്ന് പറഞ്ഞാൽ 8.2% പലിശയാണ്. വർഷത്തിൽ 4 തവണ നമുക്ക് പലിശ കിട്ടും. അതായത് മാർച്ച്, ജൂൺ, ഒക്ടോബർ, ഡിസംബർ ഈ 4 മാസങ്ങളിൽ ആണ് പലിശ കിട്ടുക. 8.2% ആണ് പലിശ നിരക്ക്. 60 വയസ്സായിട്ടുള്ള ആളുകൾക്ക് ഇതിൽ ചേരാം. അതുപോലെ സർക്കാർ സർവീസിലുള്ള 55 വയസ്സ് തികഞ്ഞ ആളുകൾക്കും ചേരാം. അതേപോലെ പട്ടാളത്തിൽ നിന്നും പിരിഞ്ഞു പോന്നിട്ടുള്ള 50 വയസ്സ് തികഞ്ഞ ആളുകൾക്കും ചേരാം. അതാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ പ്രത്യേകത. ഈ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമും റിക്കറിംഗ് ഡെപ്പോസിറ്റും ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, കൂട്ടിച്ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 10% കിട്ടുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നേരത്തെ പറഞ്ഞ ഉദാഹരണം തന്നെ എടുക്കുക. 1 ലക്ഷം രൂപ ഞാൻ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ ചേർന്നു. 3 മാസം കൂടുമ്പോൾ 2050 രൂപയാണ് ഇതിൽ നിന്ന് പലിശയായിട്ട് കിട്ടുക. അതായത് മാർച്ച് മാസത്തിൽ 2050 രൂപ പലിശ കിട്ടും, ജൂൺ മാസത്തിന്റെ അവസാനം 2050 കിട്ടും, ഒക്ടോബർ മാസത്തിന്റെ അവസാനം 2050 കിട്ടും, ഡിസംബർ മാസത്തിന്റെ അവസാനം 2050 കിട്ടും. ഇതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ 2050 കിട്ടുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ 2050-നെ റിക്കറിംഗ് ഡെപ്പോസിറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യാം. എത്ര രൂപ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആണ് എടുക്കേണ്ടതെന്ന് അറിയാമോ? 180 രൂപയുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഓരോ ക്വാർട്ടറിൽ നമുക്ക് പൈസ കിട്ടുമ്പോൾ. അപ്പൊ 180 രൂപയുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മാർച്ച് മാസത്തെ പലിശ കിട്ടുമ്പോൾ 180 രൂപയുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റിന് 6 മാസത്തേക്കുള്ള തുക മുൻകൂറായിട്ട് അടയ്ക്കാം. അതായത് 2050 രൂപ പലിശ കിട്ടുമ്പോൾ 1 വർഷത്തേക്കുള്ള തുക അടയ്ക്കുന്ന രീതിയിൽ നമ്മൾക്ക് ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് സെറ്റ് ചെയ്യാം. 150 രൂപ വെച്ചുള്ള ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റ് കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ 12 മാസത്തേക്ക് ഏകദേശം 2160 രൂപ വേണ്ടി. ആ 2160 രൂപ ഇതിൽ നിന്ന്
കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ഒരു 100 രൂപയോളം എക്സ്ട്രാ അടയ്ക്കേണ്ടി വരും, അത് ഓക്കെ. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്വാർട്ടറിലും നമ്മൾക്ക് കിട്ടുന്ന പലിശ നമ്മൾ അടുത്ത വർഷത്തേക്കുള്ള ആ റിക്കറിംഗ് ഡെപ്പോസിറ്റിനായിട്ട് നിക്ഷേപിക്കുക. അങ്ങനെ 4 റിക്കറിംഗ് ഡെപ്പോസിറ്റുകൾ നിക്ഷേപിക്കുക. അപ്പോൾ ആദ്യത്തെ വർഷത്തെ ഏപ്രിൽ മാസം വന്നു കഴിഞ്ഞാൽ ആ ഏപ്രിൽ മുതൽ അടുത്ത കൊല്ലം മാർച്ച് വരെയുള്ള 12 മാസത്തേക്ക് 150 രൂപ വെച്ചുള്ള പണം അടയ്ക്കാനുള്ള തുക നമ്മളുടെ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ പലിശയായിട്ട് കിട്ടും. അതേപോലെ തന്നെ ജൂണിലും ഒക്ടോബറിലും ഡിസംബറിലും നമുക്ക് അങ്ങനെ ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോൾ ഇങ്ങനെ 5 വർഷം ഇത് തുറന്നു കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 150 രൂപയുടെ റിക്കറിംഗ് ഡെപ്പോസിറ്റ് നമ്മൾ അടച്ചിട്ടുള്ളത് 10,800 രൂപയും നമുക്ക് പലിശയായി കിട്ടുന്നത് 1,987 രൂപയും അടക്കം 12,787 രൂപ ഒരു റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമുക്ക് ലാഭം കിട്ടും. അങ്ങനെ 4 റിക്കറിംഗ് ഡെപ്പോസിറ്റിൽ നമ്മൾക്ക് കിട്ടുന്ന തുക 5 വർഷം കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 51,148 ആണ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് ഒരു 10-10.4% നമുക്ക് നേട്ടം തരുന്ന ഒരു പദ്ധതിയാണ്. ഈ ഒരു രീതിയാണ് നമ്മൾക്ക് പോസ്റ്റ് ഓഫീസിൽ നിന്ന് ഇപ്പോൾ പലിശ കിട്ടാൻ സാധ്യതയുള്ള ഏറ്റവും മികച്ച രീതി. ഇതിനെപ്പറ്റി എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ ആ കമന്റുകൾ എഴുതുക. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടുന്ന പലിശ ടാക്സിന് വിധേയമാണ് കേട്ടോ. അതായത് നമ്മൾക്ക് എത്ര പലിശ തരുന്നോ അതെല്ലാം നമ്മുടെ ടാക്സ് സ്ലാബുമായിട്ട് കൂട്ടുകയും നമ്മളുടെ ടാക്സബിൾ ഇൻകത്തോടു കൂടി കൂട്ടുകയും നമ്മളുടെ സ്ലാബ് റേറ്റ് അനുസരിച്ച് നമ്മൾക്ക് പലിശ കൊടുക്കേണ്ടതായിട്ടും വരും, അല്ലെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടതായിട്ടും വരും. നിങ്ങൾക്ക് മറ്റു വരുമാനങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഫോം 15G അല്ലെങ്കിൽ ഫോം 15H എന്ന് പറഞ്ഞിട്ടുള്ള ഫോം ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാക്സ് പിടിക്കാതെ മൊത്തം എമൗണ്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് 50,000 രൂപയിൽ കൂടുതൽ പലിശ വരികയും സീനിയർ സിറ്റിസണിന് 1,00,000 കൂടുതൽ പലിശ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുണ്ടെങ്കിൽ പോസ്റ്റ് ഓഫീസുകാർ പലിശ പിടിക്കും, പലിശയ്ക്ക് TDS പിടിക്കും. ഇനി ഒരു കാര്യം കൂടെ പറയട്ടെ, പോസ്റ്റ് ഓഫീസ് നിക്ഷേപങ്ങൾ നിക്ഷേപിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുൻകൂറായിട്ട് പണം പിൻവലിക്കുന്ന ഒരു സിറ്റുവേഷനിൽ പോസ്റ്റ് ഓഫീസിൽ നിക്ഷേപിക്കരുത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നമുക്ക് 1 വർഷത്തിന് ശേഷം 3 വർഷത്തിനുള്ളിൽ നമ്മൾ പിൻവലിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് 1.5% നമ്മൾ നിക്ഷേപിച്ച തുകയിൽ നിന്ന് ഫൈനായിട്ട് ഈടാക്കും. അതേപോലെ 3 വർഷത്തിന് ശേഷമാണ് നമ്മൾ പണം പിൻവലിക്കുന്നതെന്നുണ്ടെങ്കിൽ 1% നമ്മളുടെ ഫൈനായിട്ട് ഈടാക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഈ സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ 2 കാര്യങ്ങൾ കൂടെ പറയാം. 5 വർഷമാണ് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിന്റെ കാലാവധി എന്നുണ്ടെങ്കിലും നമ്മൾക്ക് 3 വർഷം കൂടെ അത് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ളൊരു പ്രൊവിഷൻ ഉണ്ട്. സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീമിൽ നിങ്ങൾക്ക് 30 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാം എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ടെക്നിക്ക് സീനിയർ സിറ്റിസൺ സേവിംഗ് സ്കീം പ്ലസ് റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ആ ഒരു രീതിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുമായി ബന്ധപ്പെട്ട 2 വീഡിയോകളാണ് കാണുന്നത്. കണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്.